പണ്ടത്തെ പോലെ പണ്ടത്തേനെക്കാട്ടിയും കൊള്ളാം. പഴയത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പഴയ ഒരു മാർവൽ എക്സ്പീരിയൻസ് തിരിച്ചു വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. അത് കാണുന്നവർ എന്തായാലും കൈയടിക്കും, കൂവി വിളിക്കും. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ചെയ്യാൻ വൈകി. അടുത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അതിനാണ് തിയേറ്റർ എക്സ്പ്ലോർഡ് ആയത്. അപ്പോൾ എൻ ക്രെഡിറ്റ് സീൻ ഇല്ല എന്നുണ്ടെങ്കിൽ പടം വെറും ഫ്ലോപ്പ്. Hey Cinephiles, welcome back. മാർവലിന്റെ ഫസ്റ്റ് എവർ സൂപ്പർ ഹീറോ ഫാമിലി ഈസ് ബാക്ക് ഇൻ ദി MCU. മിസ്റ്റർ ഫണ്ടാസ്റ്റിക്, ഇൻവിസിബിൾ വുമൺ, ഹ്യൂമൻ ടോർച്ച്, ദ തിങ് ടീമൊക്കെ ആയിട്ട് വരുന്ന ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ്. ന്യൂ കാസ്റ്റും ഫ്രഷ് സ്റ്റോറി ലൈനുമായിട്ട് തണ്ടർ ബോൾസിന് ശേഷം വരുന്ന മാർവലിൻ്റെ ഒരു പ്രോമിസിങ് മൂവിയാണ് ഫണ്ടാസ്റ്റിക് ഫോർ. അപ്പോൾ കണ്ടറിങ് ഓൾസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നേരെ റിവ്യൂലേക്ക്. നല്ല ഫെൻറ്റാസ്റ്റിക്. ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈപ്പൊക്കെ ഉണ്ടോ? ഹൈപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്യാവശ്യം നല്ല പടമായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു. മോർ ലീൻ ടുവേർഡ്സ് ദ ഫാമിലി സൈഡാണ്, ബട്ട് സ്റ്റിൽ വർത്ത് വാച്ച്. തണ്ടർ ബോൾസ് കഴിഞ്ഞ് നല്ലൊരു പടം തന്നെയാണ്. പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഒരു രക്ഷയില്ല. അത് കണ്ടിട്ടാണ് ഇറങ്ങിയത്? നേരത്തെ അത് കണ്ടിട്ട് ഇറങ്ങി വന്ന അത് എനിക്ക് ഒരു ഊഹം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ട്രൂ. സർപ്രൈസിംഗ് ഒക്കെ ഉണ്ടോ? ക്യാമിയോസും മാർവലിന് അത് തന്നെ. പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഏറ്റവും വലിയ സർപ്രൈസ്. അത് കാണുന്നവർ എന്തായാലും കൈയടിക്കും, കൂവി വിളിക്കും. നല്ല രസമുണ്ടായിരുന്നു. കാണണം എല്ലാവരും മാക്സിമം. പിന്നെ സിനിമ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പെട്രോ പാസ്കൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാസ്റ്റും എൻ്റെ ക്രൂ അടിപൊളിയായിട്ടുണ്ട്. പണ്ട് അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് തന്നെ ഇപ്പോഴും പണ്ടത്തെ ഹൈപ്പ് അതേ സോം അതേപോലെ. പിന്നെ പറയാൻ ജോണി സ്റ്റോം കിടില അഭിനയം. സാധാരണ ഉള്ള ജോണി സ്റ്റോംസിനെ പോലെയല്ല ഈ മൂവിയിലെ ജോണി സ്റ്റോം. ഇതിൽ ഫേവറേറ്റ് ആയിട്ട് ആരാണ് സ്കോർ ചെയ്തത്? ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് റീഡ് റിച്ചാർഡ്സും നമ്മുടെ പെട്രോ പാസ്കലും പിന്നെ ജോണി സ്റ്റോമായിട്ട് അഭിനയിച്ച. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് സൂസ്റ്റോമാണ്. സൂസ്റ്റോമും ജോണി സ്റ്റോം ഉണ്ടല്ലോ, ജോണി സ്റ്റോം വേറെ ലെവലായിരുന്നു, സൂസ്റ്റോം വേറെ ലെവലായിരുന്നു. കിടില മൂവിയായിരുന്നു. മൊത്തത്തോടെ നോക്കി കഴിഞ്ഞാൽ കിടില മൂവിയായിരുന്നു. പഴയ ഒരു മാർവൽ എക്സ്പീരിയൻസ് തിരിച്ചു വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. സർപ്രൈസിംഗ് ക്യാമിയോസ് ഒക്കെ ഉണ്ടോ? കേമിയോസ് പോസ്റ്റ് ക്രെഡിറ്റ് കണ്ടാൽ മതി, കണ്ടാലേ അറിയാവും. കണ്ടു നോക്കാനേ പറയുള്ളൂ. മാർവൽ ഫാൻസിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. 100%. മാക്സിമം ബിഗ് സ്ക്രീനിൽ കാണുക. ഐമാക്സിൽ ഗലാക്ടസ് വരുന്ന ഓരോ സീനും പെർഫെക്റ്റ് ആണ്. അത് വേർത്ത് വാച്ചിങ് ആണ്. സ്റ്റാൻഡ് അലോൺ ന്യൂ സ്റ്റാർട്ട് തന്നെയാണ് പടത്തിന്. ആണ് സ്റ്റാൻഡ് അലോൺ ന്യൂ വാച്ച് ആണ്. മാക്സിമം ഐമാക്സിലായിട്ട് പോവുക. ഓക്കെ. എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്തോ? അങ്ങനെ ചോദിച്ചാൽ കൊള്ളാം. ഫേസ് 6 നല്ല തുടക്കമായിരുന്നു. കൊള്ളാം. പോസ്റ്റ് ക്രെഡിറ്റ് സീന് കൊള്ളാം. ഇനിയും കാസ്റ്റും പുതിയ സ്റ്റോറി ലൈനൊക്കെ വന്നത് എങ്ങനെയുണ്ട്? കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ കാസ്റ്റിംഗ്. പക്ഷേ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു, നല്ല ആക്ടിംഗ് ആയിരുന്നു. അവരുടെ ഒരു കെമിസ്ട്രി കൊള്ളായിരുന്നു. വന്നിട്ട് യൂണിവേഴ്സിനൊരു റീബൂട്ട് പോലെ ആയിട്ടുണ്ടോ? ഒരു എന്തായാലും റീബൂട്ട് ഫേസ് 6 കഴിഞ്ഞാൽ റീബൂട്ട് ആണ്. അപ്പോൾ ഫേസ് 6ന്റെ തുടക്കം നല്ല തുടക്കമാണ്. ഇഷ്ടപ്പെട്ടു. സർപ്രൈസിങ് ക്യാമിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാലും അറിയാമല്ലോ അത് ക്യാരക്ടർ ആയിരിക്കും. ഉടനെ ഉണ്ടാവും. കാരണം ഇവര് എന്തായാലും ഒരു വലിയൊരു പാർട്ടാണ്. ഫേസ് 6ന്റെ വലിയൊരു പാർട്ടാണ്. മാർവൽ ഫാൻസ് തന്നെ വെളുപ്പിന് മഴയത്തൊക്കെ വന്നത് തന്നെ. പക്ഷെ ഒരു കാര്യമില്ല, ആ എൻ ക്രെഡിറ്റ് സീൻ ഇല്ല എന്നുണ്ടെങ്കിൽ പടം വെറും ഫ്ലോപ്പ്. ആ എൻ ക്രെഡിറ്റ് മാത്രമേ ഇതിന് കാണാവുള്ളൂ. അത് മാത്രം ആരെങ്കിലും എടുത്ത് ഇടണമായിരിക്കും നല്ലത്, അല്ലാതെ കൊള്ളൂല. എന്താണ് കാരണം? സ്റ്റോറി ഒരു 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 നിലവാരമില്ലാത്ത സ്റ്റോറി എന്ന് വേണം പറയാൻ. കാരണം ഫുള്ള് ലാഗ്. ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാളെ കാണിക്കുന്നു, ഇടയിൽ കയറി വരുന്നു, ചുമ്മാ ആക്ഷനെക്കാട്ടി ഡയലോഗ്സിനാണ്, സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഭയങ്കര ലാഗ്, ഒരു രക്ഷയില്ലാത്ത ലാഗ്. എങ്ങനെ ഇരുന്നെന്ന് അറിഞ്ഞൂടാ. പൈസ കൊടുത്തോണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴേ പോയാൽ. നമ്മളെ സ്ഥിരം ടെംപ്ലേറ്റ് പോലെ ഇമോഷണൽ ടച്ച് പിടിക്കാൻ ശ്രമിച്ചതാണോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നുള്ളത് ഒന്നും അറിഞ്ഞൂടാ ബ്രോ. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിച്ചിരിക്കണെന്നുള്ളത്. ഒരു ഹൈപ്പ് ഒരു പുതിയ പണ്ട് ഫസ്റ്റ് ഓർമ്മ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? ഫാന്റാസ്റ്റിക് ഫോർ. അത് എന്നെ ഏറ്റവും വലിയ ഫാന്റാസ്റ്റിക് ഫോർ. ഇതൊക്കെ ചുമ്മാ ഇറക്കി വെച്ചിരിക്കണേ ഉള്ളൂ. ബ്രോ അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. മാർവലിൻ്റെ ആ ഒരു ബാഡ് ഫേസ് ഒക്കെ മാറി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ലപോലെ എടുത്തിട്ടുണ്ട് അവർ. ബോറടിച്ചൊന്നുമില്ല. കാര്യം നമ്മൾ ഈ ആസ് യൂഷ്വൽ സൂപ്പർ ഹീറോ മൂവീസ് കണ്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് ആക്ഷൻ സീക്വൻസും ഒരുപാട് ത്രില്ലിങ് എലമെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഇത് കൂടുതലും സൂപ്പർ ഹീറോ ജോണർ ആണെങ്കിൽ പോലും ആ ഒരു ഫാമിലി ഇമോഷൻസിനും ഫാമിലി ഡ്രമാറ്റിക് മൊമെൻറ്റ്സിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സിനിമ പോയിരിക്കുന്നത്. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. ഞാൻ അത് സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷേ ആ ഒരു സീൻ തന്നെ ധാരാളമാണ്. ഇനി അങ്ങോട്ട് വരുന്ന മാർവൽ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് അത് തന്നെ ധാരാളമാണ്. എന്തായാലും കൊള്ളാം. എൻഡിംഗ് ആണ് നിർത്തിയേക്കുന്നത് അടുത്തതിന് വേണ്ടിയിട്ടുള്ള പക്ക എൻഡിംഗ് ആണ്. അടുത്തത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ചെയ്യാൻ വൈകി. ഇനി അടുത്ത ഏത് പടമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് കാണാൻ കൊള്ളായിരുന്നു ബ്രോ. റീസെൻ്റ്ലി കുറേ ട്രാഷ് ഓഫ് മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു മാർവലിൻ്റെ സൈഡിൽ നിന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബെറ്റർ മൂവിയാണ്. ഇതിന് മുന്നേ ഒന്ന് തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ സിനിമയുണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ്സിൽ ഇവരെ കാണിക്കുന്നുണ്ടായിരുന്നു ഫാന്റാസ്റ്റിക് ഫോറിന്. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഈ എൻ്റെ സിനിമ ഒരു 2 hour ഡ്യൂറേഷനുള്ള സിനിമയാണ്. ആ സിനിമയിൽ
ഒരു ക്ലാപ്സോ അങ്ങനെ ഒരു ഹൈ മൊമെന്റ്സോ അങ്ങനെ നമുക്ക് വലുതായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അതിനാണ് തിയേറ്റർ എക്സ്പ്ലോർഡ് ആയത്. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ ഒരു സാധനം ഉണ്ട് അതിൽ. ഭയങ്കര ഒരു ഹൈ മൊമെന്റ്സ് ആക്ഷൻ പാക്ഡ് അല്ല, ആക്ഷൻ പാക്ഡ് ആണ്, ഇമോഷൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ടിപ്പിക്കലി കാണുന്ന സാധനം തന്നെയാണ്. പക്ഷേ സിനിമ ഒരിക്കലും മോശമല്ല, നല്ല സിനിമയാണ്. കുറേ പേര് മോശം പറയുന്നുണ്ട്, പക്ഷേ അതിന് വേണ്ടിയില്ല, നല്ല സിനിമയാണ്. മാർവലിൻ്റെ റീസെൻ്റ്ലി വന്നിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. പക്ഷേ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നാൽ അങ്ങനെയല്ല ബ്രോ, കാണാനുണ്ട്, സിനിമ കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. എസ്പെഷ്യലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാലക്ടസ് എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്. അപ്പോൾ പുള്ളിയെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കോമിക്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഈ ക്യാരക്ടറിനെ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു. അവസാനം ഉള്ള ഫൈറ്റ്സൊക്കെ നൈസായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ ക്രെഡിറ്റ്സ് അത് മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. അത് അടിപൊളിയാണ്. MCU ഒരു റീബൂട്ടാണോ? തീർച്ചയായിട്ടും റീബൂട്ടാണ്. ഡൂംസ്ഡേയിലാണ് ഈ വലിയ സംഭവങ്ങൾ വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു. പണ്ടത്തേനെക്കാട്ടിയും കൊള്ളാം. ഓക്കെ, പുതിയ മേക്കിംഗ് കാര്യങ്ങളൊക്കെ, പിന്നെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാന്നൊക്കെ ഉണ്ട്. ഗലാക്ടസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. അടിപൊളിയാണ്. സാധാരണ ക്ലീശയൊന്നും വ്യത്യാസമുണ്ട്, പിന്നെ നല്ല എക്സ്പെക്ടേഷനും ഉണ്ട് ഫ്യൂച്ചറിലായിട്ട്. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. മാർവൽ സർപ്രൈസ് കാര്യങ്ങൾ ക്യാമിയോസ് ഒക്കെ ഉണ്ടോ? പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതിൽ ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ കൊള്ളാവൂ, മറ്റേത് വേണ്ട, വേസ്റ്റാണ്. വിഷ്വൽ എഫക്റ്റ് എല്ലാം ബെസ്റ്റാണ്. സോറി, ഒരു യൂണിവേഴ്സിന് റീബൂട്ട് ആയോ? യൂണിവേഴ്സൽ അത്രയ്ക്കായിട്ടില്ല. ഈ കാങ് ഡൈനാസ്റ്റി എന്തായാലും പോയി. അപ്പോൾ അതിൻ്റെ അത്ര ഒരു ഹൈപ്പ് ഇനി കൊണ്ടുവരണം. ഇത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം, ഫോക്കസ് ചെയ്യാം. അറിയില്ല, പഴയത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് എനിക്കൊന്ന് പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ക്രെഡിറ്റ് സീൻ. ഓക്കെ, സർപ്രൈസ് ക്യാമിയോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാർവൽ ഫാൻസിന്? ടോട്ടലി ഒരു 3D എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അത് കൊള്ളാം. ആവറേജ് ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ആക്ഷനോ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് എല്ലാവർക്കും വെർത്തായിരിക്കും. അല്ലാതെ ഒരു ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അത്ര ഒരു ഹൈപ്പ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുത്തോ ഒന്നും പടമൊന്നുമില്ല. ഒരു ഇതില്ല എക്സ്പെക്ടേഷൻ. അത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, വലിയ ഫൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബോറൊന്നും അടിക്കില്ല, ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡീസൻ്റ് ഒരു പടം. അതാണ്, എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പോയാൽ മതി. നൈസ് മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്താണ് സർപ്രൈസിങ് ക്യാമിയോസ് ഒക്കെ എങ്ങനെ? ക്രെഡിറ്റ് സീൻ മിസ് ആക്കരുത്, അതേ ഉള്ളൂ. എന്നാലും ആ പഴയൊരു ഇവരുടെ ക്യാരക്ടറിന്റെ ഹൈപ്പും പുതിയ സ്റ്റോറിയിലൊക്കെ വന്നപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആക്ച്വലി എക്സ്പെക്ടേഷൻ വെക്കാണ്ട് പോയാൽ മതി, അല്ലാണ്ട് എല്ലാം അടിപൊളിയാണ്. ഡയറക്ഷനൊക്കെ സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഫാൻസ് എക്സ്പെക്ട് ചെയ്തൊരു എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം പോസ്റ്റ് ക്രെഡിറ്റ്സ് ഒക്കെ നല്ല ക്യാമിയോസ് സർപ്രൈസ് ആണ്. അതെ 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 അതെ. ടോട്ടലി എങ്ങനെയുണ്ട്? ഒരു സ്ഥിരം മാർവൽ ടെംപ്ലേറ്റിലെ പോലത്തെ ഒരു ഹൈ മൊമെന്റ്സ് ആക്ഷൻ പാക്ഡ് ആണോ? ഒരു പുതിയൊരു തുടക്കത്തിന് ഒരു സ്റ്റാർട്ടിങ് പോലെ തോന്നി. പിന്നെ ഫണ്ടാസ്റ്റിക് ഫോർ പഴയൊരു അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഹൈപ്പും പുതിയ കാസ്റ്റ് വന്നപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്ത ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു. ആക്ച്വലി കഥയും നല്ല ആർട്ട് വർക്ക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഇതുവരെ യൂസ്വലി കാണാത്ത മാർവൽ പടങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പോസ്റ്റ് ക്രെഡിറ്റ് ഉണ്ട്, കാണണം. വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ. ട്രെയിലറിൽ ഒരു ഇന്റർസ്റ്റെല്ലാർ വൈബിലുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങൾ, ആ ഒരു സ്റ്റോറി ലൈനൊക്കെ വന്നായിരുന്നല്ലോ, അങ്ങനെ അത് കൂടുതലും ആ സ്പേസ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തോന്നിയതായിരിക്കും. പക്ഷെ ഒരു പക്ക ഒരു എന്താ പറയണ്ട, ഒരു സൂപ്പർ ഹീറോ ജോണർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, കൂടുതലും കുറച്ചുകൂടെ ആ ഒരു ഫാമിലി ഇമോഷൻസും നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു കുഞ്ഞുണ്ടാവുന്നത്, ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. നല്ല 3D എഫക്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു, കൊള്ളാം. നോർമൽ ടെംപ്ലേറ്റ് മാർവൽ മൂവിയിലെ പോലെ ഒരു ആക്ഷൻ പാക്ഡ് പ്രതീക്ഷ, ആക്ഷൻ പാക്ഡോ അല്ലെങ്കിൽ ഫുൾ ഓൺ ത്രില്ലർ മൊമെന്റ്സും കാര്യങ്ങളൊന്നും അല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം അവർ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ മുഴുവൻ മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ലാസ്റ്റൊക്കെ അടിപൊളിയാണ്. പണ്ടത്തെ ഫാന്റാസ്റ്റിക് ഫോറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 10-15 വർഷത്തിന് ശേഷം വീണ്ടും അത് ഇറങ്ങുമ്പോൾ മേക്കിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. നമുക്ക് കൂടുതലും ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവരിപ്പോൾ നമ്മൾ പഴയ മൂവീസ് കണ്ട പോലെ എല്ലാം ഒന്നുകൂടി പറഞ്ഞ് നിർത്തുന്നില്ല. അവർ ആദ്യം ഒരു ടൈം ലാപ്സ് പോലെ കുറച്ച് കാണിച്ച് പോയിട്ട് ബാക്കി സ്റ്റോറിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു, എന്തൊക്കെയാണ് അവരുടെ. നല്ല പടമായിരുന്നു, നൈസ്.